ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഇതൊരു ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതാണ്. സപ്പോസ് ഇനി വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല, റീഡിംഗ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്തേക്കാം. വാട്സപ്പ് നമ്പർ, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, പിന്നെ നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, നമ്മൾ എത്രയൊക്കെ പുറത്ത് നമ്മൾ അത് അട്രാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ അട്രാക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവിനെ മാത്രം എടുത്ത് അട്രാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്? ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, അതും റിവേഴ്സ്ഡ് ആണ്. സിക്സ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഒരു സിറ്റുവേഷൻ എന്താണ്? സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾ, ക്യൂൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ആൻഡ് ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ദ ഫൂൾ കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉണ്ടാകില്ല. നല്ല രീതിക്ക് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജോബ് ആയിരിക്കാം, അവരുടെ കരിയർ ബേസ് ആയിരിക്കാം, വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകേണ്ട ഒരു ടൈമാണിത്. ഓക്കെ, നിങ്ങളെ മാത്രമല്ല അവർക്ക് വരുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകള് ഈ റിലേഷൻഷിപ്പ് ഒക്കെ അവർ മാറ്റി നിർത്തിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് അവർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക്. അത് അവരിവിടെ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് അവരിപ്പോൾ ഫോക്കസ് കൊടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, ഇതിനു മുൻപേ, അതായത് നിങ്ങളുടെ പാസ്റ്റില് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. കൈൻഡ് ഓഫ് അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടാക്കുക. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു ഇന്നർ പവർ വന്നിട്ടുണ്ട്.
ഓക്കെ, എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്നർ പവർ, ഒരു പക്വതയൊക്കെ വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കണ്ടറിയാനുള്ള ഒരു പക്വത വന്നിട്ടുണ്ട് അവർക്ക്. ഓക്കെ, ചില ചില ആളുകളെങ്കിലും നിങ്ങളടുത്തോട്ട്, അതായത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്തോട്ട് നിങ്ങളുടെ പേഴ്സൺസ് തിരിച്ചു വന്നിട്ടുണ്ടാകാം. കുറച്ചൊരു മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ രീതിയിൽ നിങ്ങളടുത്തോട്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഇതിനു മുൻപേ കണ്ടൊരു ക്യാരക്ടർ ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോൾ അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പേഴ്സണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളടുത്ത് സ്നേഹമാണ്. വേറൊരാൾക്ക് ഈ ഒരു സ്നേഹം കൊടുക്കാൻ അവർ തയ്യാറല്ല. ബിക്കോസ് അവർക്ക് ഇവിടെ നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ചോയ്സസ് കിട്ടുന്നുണ്ട്, ഒരുപാട് പേര് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഒരുപാട് പേരെന്ന് പറയുമ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് ആയിട്ടാണെങ്കിലും ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റേബിൾ ആയിട്ട്, ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് അവരുടെ ചുറ്റുമുണ്ട്. പക്ഷേ അവർക്ക് സ്നേഹം തോന്നുന്ന ഒരു പേഴ്സൺ നിങ്ങളാണ്. ആ ഒരു സ്നേഹം വേറെ ആൾക്ക് കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇതിവിടെ ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഫൈനലി കിട്ടിയ കാർഡാണിത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ഓക്കെ, കാരണം അവരെ സംബന്ധിച്ച് അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആകേണ്ട, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ, സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. സോ അവരത് ചെയ്യുക തന്നെ ചെയ്യണം, എന്നാലേ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കുള്ളൂ. ഓക്കെ, ഇതിനു മുൻപേ നിങ്ങളുടെ പേഴ്സൺസ് നിങ്ങളുടെ അടുത്ത് വളരെ റഫ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്തൊരു കാര്യവും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്ന് കണ്ടറിയുന്ന അങ്ങനെ ഒരു സ്വഭാവം ഇപ്പോൾ അവർക്ക് കടന്നു വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ ഫുൾ കാർഡ് ആണ്. സോ അവരെ സംബന്ധിച്ച് അവർക്കൊരു ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, പുതിയ തുടക്കമാണ് അവർക്ക്. അവരിലേക്ക് എല്ലാം വന്നു ചേരുന്ന ഒരു ടൈമാണ്. അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർക്കൊരു ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇന്നർ പവർ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ലൈഫിൽ നടക്കുന്നത്, സോ ഞാൻ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു പവർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റില് നിങ്ങളുടെ മുന്നേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല, ഇതിന് തൊട്ട് മുന്നേ ഉള്ള സിറ്റുവേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടി ഉള്ള സംസാരം, അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കാതെ, ഒന്നും മനസ്സിലാക്കാതെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സന്റേത്. പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ഒരു റിയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് പോകുന്നവരുടെ ഇടയിൽ ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരുന്നതാണ്. ബിക്കോസ് നിങ്ങളില്ലാതെ ഇവർക്ക് ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എന്താ പറയാ, സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിരിക്കുന്നത്. ജോബ് ആയിരിക്കാം, കരിയർ ബേസ് ആയിരിക്കാം, എന്താണെങ്കിലും അവരത് സ്റ്റേബിൾ വരുത്താൻ വേണ്ടിയിട്ടാണ്, അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ ഉറച്ചു നിൽക്കുന്നതും നിങ്ങളടുത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഇവിടെ വരണം. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് സംഭവിക്കുള്ളൂ. സോ അവര് എന്തായാലും നിങ്ങളടുത്തോട്ട് തന്നെ തിരിച്ചു വരും, അത് അവർക്ക് അറിയാം. നിങ്ങളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആകുള്ളൂ എന്ന് അവർക്കറിയാം. സോ അവർ നിങ്ങളടുത്തോട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകേണ്ടതുണ്ട്, അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. യാത്രയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, എന്തെങ്കിലുമൊക്കെ ഒരു യാത്രയിലായിരിക്കാം, ട്രാവലിംഗ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ യാത്രയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, നിങ്ങൾ രണ്ടുപേരും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് എന്താണെന്നുള്ളത് കണ്ടറിയാനുള്ളൊരു
സ്ട്രെങ്ത് ഈ പേഴ്സൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ എത്രയൊക്കെ സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു നഷ്ടബോധം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇതിലെല്ലാം സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങളടുത്തോട്ട് വരാം എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം ഈ പേഴ്സണ്. ഓക്കെ, അവർക്ക് കിട്ടിയിട്ടുള്ള ഇന്നർ പവർ അല്ലെങ്കിൽ ഇന്നർ വോയിസ്, ഇൻഡ്യൂഷൻസ് അവർ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ. നിങ്ങൾ ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സന്റെ അടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം അവർക്കറിയാം ഏത് ടൈമിൽ, കറക്റ്റ് ടൈമിൽ വരണമെന്ന്. ഓക്കെ, ഇതിവിടെ നിങ്ങൾ തീരുമാനം മാറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിന് ഇവിടെ ഒരു തീരുമാനമുണ്ട്. ഒരു ടൈം ആവുമ്പോൾ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ സംഭവിക്കണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകാൻ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത് ലവേഴ്സ് കാർഡ് റിവേഴ്സ്ഡ് വന്നത് കണ്ടിട്ട് പേടിക്കണ്ട. ഇതെന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആ പേഴ്സണ് വരാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവര് റിയൂണിയൻ സംഭവിക്കും. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ റിയൂണിയൻ സംഭവിക്കുന്നതാണ്. ഓക്കെ, കരിയർ ബേസ് അവരിപ്പോൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നത്. അത് അവർക്ക് തന്നെ അറിയാം. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഒരു ചേഞ്ച് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.